ഇമാം അഹമ്മദ് സ്വർഗത്തിൽ പോവോ? ഇമാം ബുഖാരി സ്വർഗത്തിൽ പോവോ? പാരമ്പര്യം പറഞ്ഞ് മുജാഹിദ് പ്രവർത്തകന്മാരെ വിരട്ടുന്ന ചില മുസ്ലിയാക്കന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇമാം അഹമ്മദ് സ്വർഗത്തിൽ പോവോ? ഇമാം ബുഖാരി സ്വർഗത്തിൽ പോവോ? വാസ്തവത്തിൽ മുജാഹിദ് പ്രവർത്തകന്മാരെ വിരട്ടി നിർത്താൻ വേണ്ടി പലപ്പോഴും കണ്ടുപിടിക്കുന്ന ഒരു കുസൃതി ചോദ്യമാണിത്. ഇമാം അഹമ്മദ് സ്വർഗത്തിൽ പോവോ? ഇമാം ബുഖാരി സ്വർഗത്തിൽ പോവോ? പക്ഷേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കുസൃതി ചോദ്യം ഫറോവ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ എക്കാലത്തെയും പ്രഖ്യാപിത ശത്രു ചോദിച്ച ചോദ്യമാണ്. ഇമാം അഹമ്മദ് സ്വർഗത്തിൽ പോവോ? ഇമാം ബുഖാരി സ്വർഗത്തിൽ പോവോ? മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും പ്രബോധന ദൗത്യത്തിൽ നിന്ന് പൊതുജനങ്ങളെ തടഞ്ഞു നിർത്താൻ സൂറത്ത് താഹയിൽ നമുക്കത് വായിക്കാം. ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, മൂസ നീ പറയുന്നതാണ് സത്യമെങ്കിൽ ആദിമ തലമുറകളുടെ സ്ഥിതി എന്താണ്? മൂസാ നബിക്ക് ഉത്തരം മുട്ടിയില്ല. അള്ളാഹുവിന്റെ മറുപടി കാല, അദ്ദേഹം പറഞ്ഞു, മൂസാ നബി വഹയിന്റെ അടിസ്ഥാനത്തിൽ മറുപടി കൊടുത്തു, ഇൽമുഹാ ഇൻദ റബ്ബി, ആദിമ തലമുറകളെ കുറിച്ചുള്ള വ്യക്തവും കൃത്യവുമായ അറിവ് എന്റെ രക്ഷിതാവിന്റെ അടുക്കലുണ്ട്, അവന്റെ രേഖയിലുണ്ട്. കണ്ടോ, ലാ യളില്ലു റബ്ബി വലാ യൻസാ, എന്റെ റബ്ബിന് പിഴക്കുകയില്ല, അവന് മറവി പറ്റുകയില്ല. ഇന്ന് മുജാഹിദ് പ്രവർത്തകർക്കും കൊടുക്കാനുള്ള മറുപടി അതാണ്. കഴിഞ്ഞ തലമുറ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് പറയാൻ വന്നവരല്ല ഞങ്ങൾ. നമ്മൾ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് തീരുമാനിക്കേണ്ട സന്ദർഭമാണിത്. അതുകൊണ്ട് നമ്മൾ അത് പഠിക്കണം. നമ്മളോട് നാം ചെയ്തതിനെ കുറിച്ചാണ് അല്ലാഹു ചോദിക്കുക. എന്റെ ഉപ്പാപ്പ ചെയ്തതിനെ കുറിച്ച്, ഉമ്മാമ ചെയ്തതിനെ കുറിച്ച് എന്നോട് ചോദ്യമില്ല. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്ത്, അവർ കഴിഞ്ഞു പോയ ഒരു സമുദായം, ലഹാ മാ കസബത്ത്, അവരെന്ത് നേടിയോ അതിന്റെ ഗുണം അവർക്കുണ്ട്. വലക്കും മാ കസബത്തും, നിങ്ങൾ എന്ത് നേടിയോ അതിന്റെ ഗുണം നിങ്ങൾക്കുമുണ്ട്. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. ഓരോരുത്തരും നേടിയതും സമ്പാദിച്ചതും എന്തോ അതാണ് നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാഗതയം നിർണയിക്കപ്പെടുക. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, കഴിഞ്ഞ തലമുറ എന്താണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ഒരിക്കലും നിങ്ങളോട് ചോദിക്കുന്നതേ അല്ല. ബുഖാരി മായ്സുമായ ആളൊന്നല്ല. അദ്ദേഹം ധരിച്ച സഹീഹുൽ ബുഖാരിന്റെ 2 ചട്ടകൾക്കുള്ളിലുള്ള മുഴുവൻ സത്യസമ്പൂർണ്ണമാണെന്നും ആരും ഇവിടെ വാദിക്കുന്നില്ല. ബുഖാരി മായ്സുമായ ആളൊന്നല്ല. അദ്ദേഹം ധരിച്ച സഹീഹുൽ ബുഖാരിന്റെ 2 ചട്ടകൾക്കുള്ളിലുള്ള മുഴുവൻ സത്യസമ്പൂർണ്ണമാണെന്നും ആരും ഇവിടെ വാദിക്കുന്നില്ല. മാത്രവുമല്ല, പ്രസ്തുത ഹദീസിന്റെ സനദ് ശരിയായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഉദ്ധരിക്കപ്പെട്ടു എന്നല്ലാതെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പൂർവ്വകാല പണ്ഡിതന്മാരാരും തന്നെ മറഞ്ഞ മാർഗത്തിലൂടെ സാഹിറുകൾക്ക് ജിന്നുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് ഉപദ്രവമേൽപ്പിക്കുവാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്നില്ല. അവരാരും ഈ ഹദീസ് അങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുമില്ല. എന്നാൽ സക്കരിയാക്കളാകട്ടെ ഈ ഹദീസിനെ അത്തരത്തിൽ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യും. നമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു, ഈ സലാസുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹു മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു